ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇരുട്ടല്ല കേട്ടോ, രാവിലെ നേരം വെളുത്തിട്ട് ഞങ്ങളിത് എഴുന്നേക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാവിലത്തെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും മറക്കല്ലേ. അപ്പോൾ ഇത് രാവിലെ ഞങ്ങളിത് എഴുന്നേൽക്കുവാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ പുറത്ത്. പിന്നെന്താ, ഇന്ന് രാവിലെ നമുക്കിച്ചിരി ഷോപ്പിംഗ് നമുക്ക് പാലാ വരെയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് കിടന്നു, പക്ഷെ നേരത്തെ എഴുന്നേറ്റില്ല കേട്ടോ. പിന്നെ ദേ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ടാട്ടോ അടുക്കളയിൽ കയറുള്ളൂ. പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ദേ ആദ്യം തന്നെ അടുപ്പിൽ തീ കത്തിച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നെച്ചിട്ട് ചോറ് വെച്ചാൽ മതിയിട്ട്, വൈകുന്നേരം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ദേ അടുപ്പിലെ ചാരമൊക്കെ വാരി ചോറിടാൻ എപ്പോഴും വായി വരുള്ളൂ, അരി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തീ കത്തും കേട്ടോ. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി വെള്ളം എടുത്ത് നമുക്ക് വെക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൂടെ വെക്കണം കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ജാതിയിലയാണ് കേട്ടോ ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകിയിടണം. അപ്പോൾ അരിയൊക്കെ കഴുകാൻ എടുത്തിട്ടുണ്ട്. ഇനി അരിയൊക്കെ കഴുകിയിട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കാരണം എന്നെ കാണാവില്ലോ എന്നറിയണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകിയിടുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ ശരിക്കും ഒന്നുകൂടെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കാപ്പിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാപ്പിക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അട ഉണ്ടാക്കുന്നത്, കൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ നമുക്ക് ചിരണ്ടണം. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി നമ്മളത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ അടയായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, തേങ്ങയൊക്കെ ഇട്ട്. അപ്പോൾ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ പൊടി പോരെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഇച്ചിരി കൂടെ പൊടി കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അറിയാതെ ഒരാൾ ക്യാമറ ഓണാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട് കഴുകുന്നതാണ് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഇത് ഓണാക്കിയിട്ട്. ഞാൻ അവിടെ ട്രൈപോഡ് വെച്ചിട്ട് പോയപ്പോഴത്തേക്കും ചേട്ടായി കാണിച്ച പരിപാടിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ചായയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിലോട്ട്. ഒരടുപ്പിൽ അപ്പവും ഒരടുപ്പിൽ ചായയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പെറുക്കിയിടുന്ന ഏലക്കയാണ് കേട്ടോ. എനിക്കൊരു 2 ഏലക്കയുടെ ചുവ ഇഷ്ടമാണ് കേട്ടോ പാൽ ചായക്കകത്ത്. അപ്പോൾ ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പവും ചായയൊക്കെ അവിടെ ഇരുന്ന് ആകുന്ന സമയത്തിന് കുഞ്ഞാപ്പിക്ക് ഒരു ഇച്ചിരി ക്യാബേജ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ പെട്ടെന്നൊന്ന് അരിയുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുന്നുള്ളൂ കേട്ടോ. അവൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് മീൻകറി ഉണ്ട് കേട്ടോ. ഇന്നലെ മീൻകറി വെച്ചായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് ഓർത്ത്. വൈകുന്നേരം പിന്നെ നമ്മൾ ചിക്കൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്താണ്.
അപ്പോഴത്തേനും ദേ ഉള്ളിയും മുളകൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ അരച്ചാണ് കേട്ടോ വെക്കുള്ളൂ. എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടം. ഒതുക്കിയിട്ട് ഇടുമ്പോൾ നമുക്ക് മുളകൊന്നും കടിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ മുളകുണ്ടെങ്കിൽ അവൾക്കങ്ങ് പെറുക്കി കളഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ കൂടി കിടക്കുമായിട്ട് പിന്നെ ഇത് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടയൊക്കെ ഒരെണ്ണമൊക്കെ സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ മാസാവസാനമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കറികളൊക്കെ കുറവായിരിക്കും കേട്ടോ. മാസാവസാനം വരുമ്പോഴത്തേക്കും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ബാക്കിയുള്ള അടയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തലേദിവസം കറി വെച്ച മീൻ ചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. മീൻ ഇങ്ങനെ എടുക്കാൻ വിട്ടുപോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേനും മീൻ കറിയും കൂടി ചൂടായി കഴിയുമ്പോൾ അടയും മീൻ കറിയും കൂടെ തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മീൻകറിയൊക്കെ ചൂടാക്കി ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബേജ് തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ച ആ അടുപ്പിലോട്ട് തന്നെ. അപ്പോഴത്തേക്ക് ക്യാബേജ് തോരനും പെട്ടെന്ന് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ തീർന്ന് എണ്ണയൊക്കെ ഇന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടയും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി കാബേജും കൂടെ ഇട്ട് കൊടുക്കണം. അട ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റോടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് നേരം കുനിഞ്ഞ് നടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നടുവിന് ചെറുതായിട്ട് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ അകത്ത് ഞാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി ആക്കും തൂത്തു വരുമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലായ്ക്ക് പോകാനുള്ള പരിപാടിയാണ്, ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിനെ ഞാൻ ആദ്യം അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തി. കുഞ്ഞാപ്പിനെ അംഗനവാടിയിലൊക്കെ വിട്ടു. ഞങ്ങളിതേ പാലായ്ക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ പാലായിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ചേട്ടായുടെ ഈരാറ്റുപേട്ടയിലുള്ള ലാബിൽ വന്നു കേട്ടോ. അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. പിന്നെ കടയിൽ കയറി കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈന്തപ്പഴവും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. വാഴക്ക ചിപ്സ് അതൊക്കെ മേടിച്ചു. അതൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ പാലായി വെച്ച് അമ്മേനെ കണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുഞ്ഞിനായിട്ടൊരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉടുപ്പാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പാലായ്ക്കൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.